ഹലോ ഗുഡ് മോർണിംഗ് ഐ പ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ PYQ സീരീസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ വർക്ക് ജൂണിൽ നടന്ന എക്സാമിന്റെ PYQs ആണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്തായാലും കുറച്ച് സീരീസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ നമുക്ക് എന്തായാലും ഇന്ന് കുറച്ച് പുതിയ ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ശരി. നോക്കിക്കേ, അറേഞ്ച് ദ ഫോളോയിങ് സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് വർക്ക് ആസ് പ്രപ്പോസ്ഡ് ബൈ ക്ലെയിം ഇൻ അസെൻഡിങ് ഓർഡർ. നമുക്ക് ഗ്രൂപ്പ് വർക്കിന്റെ കുറച്ച് പ്രോസസ്സുകളാണ് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റേജസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ എപ്പോഴും പറയുന്നതാണ്, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമാണ് സോൾവ് ചെയ്യാൻ വേണ്ടി. ഒരു വിധം നമുക്ക് ആ ഒരു നിങ്ങൾക്ക് ആ ഒരു ആളേനെയോ അതല്ലെങ്കിൽ അയാൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ആ ഒരു തിയറിനെ കുറിച്ചിട്ട് വ്യക്തമായ ധാരണ ഇല്ലെങ്കിൽ പോലും നമ്മളുടെ ഒരു കോമൺ ലോജിക് വെച്ചിട്ട് നമുക്ക് എന്താണ് സ്റ്റേജസ് ആണ്. അപ്പൊ ഒന്ന് കഴിഞ്ഞ് മറ്റൊന്ന് അങ്ങനെയല്ലേ പോകുന്നുണ്ടായിരിക്കുക. സ്വാഭാവികമായിട്ടുള്ള ഒരു സെൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കുറെയൊക്കെ ഡീൽ ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, ഇന്റിമസി. നമുക്ക് ഗ്രൂപ്പ് വർക്കിനെ കുറിച്ചാണ് പറയുന്നത്. ഗ്രൂപ്പിൽ എല്ലാവരും തമ്മിൽ ഇന്റിമസി ഉണ്ടാവുന്നു ഒരു സ്റ്റേജ് ആണ് അല്ലെ, ഗ്രൂപ്പിലുള്ള എല്ലാവരും തമ്മിൽ ഇന്റിമസി ഉണ്ടാവുന്നു. നെഗോഷിയേഷൻ സംഭവിക്കുന്നത്. നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റെസിസ്റ്റൻസ് നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അത് നമ്മളിങ്ങനെ പറഞ്ഞ് നെഗോഷിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു അല്ലെ, നെഗോഷിയേഷൻ നടക്കുന്നു. ഓറിയന്റേഷൻ കൊടുക്കുന്നു, ഗ്രൂപ്പിൽ എന്തൊക്കെയാണ് നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഗ്രൂപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു വ്യക്തമായ ധാരണ ആളുകൾക്ക് കൊടുക്കുന്നു. ഇന്നതാണ് ഇവിടെ ഗ്രൂപ്പ്, ഇതാണ് ഗ്രൂപ്പ്, ഇനി തന്നെയാണ് നടക്കാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ കൊടുക്കുന്നു. ഓറിയന്റേഷൻ. റെസിസ്റ്റൻസ്, അതായത് ആ ഗ്രൂപ്പിന് നടക്കുന്ന സാധനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക, അതിനോടൊരു താല്പര്യം കാണിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ. ഇനി നിങ്ങളൊന്ന് നോക്കി, അതായത് അതിനോടൊരു ഒരു പ്രതിരോധം അല്ലെങ്കിൽ ഒരു വിമുഖത കാണിക്കുക. ഇനി നിങ്ങളൊന്ന് ലോജിക്കലി ചിന്തിച്ചു നോക്കിയേ, ഇതിന്റെ ഒരു സീക്വൻസിലാക്കിയിട്ട്, അല്ലെങ്കിൽ ഏത് കഴിഞ്ഞിട്ട് ഏത് വരാനാ ചാൻസ് കൂടുതൽ? ആദ്യം തന്നെ ഗ്രൂപ്പിൽ എല്ലാവരും തമ്മിൽ സ്നേഹം ഉണ്ടാവില്ല. അപ്പൊ എന്തായാലും അല്ല ആദ്യം. നെഗോഷിയേഷൻ നടക്കുന്നു, അതായത് ഗ്രൂപ്പിലുള്ളവർ തമ്മിൽ എന്തൊക്കെ സംസാരിക്കുന്നു, ആ പ്രശ്നങ്ങളൊക്കെ ഒത്തുതീർപ്പാക്കാൻ നോക്കുന്നു. അത് ഏത് കഴിഞ്ഞിട്ട്, അപ്പൊ അതിന് മുന്നേ എന്തുണ്ടാവണം, ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവണ്ടേ. റെസിസ്റ്റൻസ് കഴിഞ്ഞിട്ടല്ലേ നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ റെസിസ്റ്റൻസ് അതിന് മുന്നേ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഡി കഴിഞ്ഞിട്ടാണ് ബി. ഓറിയന്റേഷൻ. ഒരു ഗ്രൂപ്പിലേക്ക് നമ്മൾ ആദ്യമായിട്ട്, നിങ്ങൾ ഒരു സ്ഥാപനത്തിലേക്കോ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ടോ പോകുന്ന സമയത്ത് നമുക്ക് ആദ്യം കിട്ടുന്ന സെഷൻസ് ആണ് ഓറിയന്റേഷൻ സെഷൻസ് അല്ലെ. അപ്പൊ എന്തായാലും വി വിൽ ബിഗിൻ വിത്ത് ഓറിയന്റേഷൻ. ഏറ്റവും ആദ്യം ഓറിയന്റേഷൻ അല്ലേ കിട്ടുക, ഇന്നതാണ് ഗ്രൂപ്പ്, ഇന്നതാണ് ഇവിടെ നടക്കാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ആദ്യം പറയും. സോ വി വിൽ സ്റ്റാർട്ട് വിത്ത് ഓറിയന്റേഷൻ. അപ്പൊ ആദ്യം എന്തായാലും ഓറിയന്റേഷൻ വരും. അത് കഴിഞ്ഞിട്ട് റെസിസ്റ്റൻസ് കാണിക്കും. നമ്മളോട് ഗ്രൂപ്പിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മൾ ചാടിക്കറി ഓക്കെ വെൽ നമുക്ക് ഗ്രൂപ്പ് തുടങ്ങാം എന്നുള്ളൊരു സംഭവം അല്ലല്ലോ ഉണ്ടാവുക. നമ്മൾ അതിനോട് ഒന്ന് വിട്ടു നിൽക്കുന്നത്, നമുക്കൊരു റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. പിന്നെ നമ്മൾ നെഗോഷിയേഷൻ നടത്തും അല്ലെ, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്, നമ്മൾ ആ ഒരു അതുമായിട്ടുള്ള ഒരു ചെറിയ ചെറിയ ഇന്ററാക്ഷൻസ് ഒക്കെ തുടങ്ങും. എന്താണ് ആ ഗ്രൂപ്പിന്റെ മൊത്തം സ്വഭാവം എന്നുള്ളത് നോക്കും. നമ്മളൊരു നെഗോഷിയേഷൻ അവിടെ നടത്തും. ഒരു എന്താ നെഗോഷിയേഷൻ എന്ന് പറഞ്ഞ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഇതൊക്കെ നടത്തും അല്ലെ. ഇനി ഇന്റിമസി ഉണ്ടാവും. നെഗോഷിയേഷൻ കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ആ ഒരു ഗ്രൂപ്പിനോട് ഇന്റിമസി തോന്നത്തുള്ളൂ നമുക്ക്. അപ്പൊ എങ്ങനെ ഇതിന്റെ ഓർഡർ വരുന്നത്? സി വരും ആദ്യം, പിന്നെ ഡി വരും, ബി വരും, എ. സി ഡി ബി എന്നുള്ള എന്റെ ഓപ്ഷൻ വരുന്നത്. ആ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കിക്കേ, കണ്ടോ, സി ഡി ബി ഒരു ഓപ്ഷൻ കിടക്കുന്നുണ്ട്. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ നമുക്ക് ആ ഒരു ക്ലെന്നിനെ അറിയുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് വർക്കിനെ കുറിച്ച് ഒന്നും അറിയില്ലെങ്കിൽ ആ ഒരു ലോജിക്കലി ആ ഒരു സംഭവം ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. സോ ഇങ്ങനെ അസെൻഡിങ് ഓർഡറിലാക്കുക, ഡിസെൻഡിങ് ഓർഡറിലാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജസ് ആണെങ്കിൽ കമ്പാരിറ്റീവ്ലി എളുപ്പമായിരിക്കും. നമ്മൾ ആ ഒരു പേരിൽ ടൈറ്റിൽ ക്ലെയിം എന്നൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് ആ ഓദറിനെ പോലും അറിയില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ആ ക്വസ്റ്റ്യൻ വിട്ട എന്താ, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഇപ്പൊ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമല്ലേ, നമ്മൾ അത് അറ്റൻഡ് ചെയ്യാതെ പോകാനുള്ള ചാൻസ് വരും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. ഓൾവേസ് ഗോ ത്രൂ ദ ഓപ്ഷൻസ്. നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണോ, അതിന്റെ വേർഡ് മീനിങ് ഒക്കെ നോക്കി നോക്കുക. ഓക്കെ, ഇത് ഇന്നതാണ്, അപ്പൊ ഇത് ഇവിടെ വരാനുള്ള ചാൻസ് എന്നൊക്കെ രീതിയിൽ ചിന്തിക്കണം കേട്ടോ. ശരി, സി ഡി ബി ആണ് അതിന്റെ ആൻസർ. നോക്കിയെങ്കിൽ ഇതൊക്കെയാണ് ആ സ്റ്റേജസ് വരുന്നത്. ആദ്യം എന്ത് ചെയ്യുന്നു, ഓറിയന്റേഷൻ, ഗെറ്റിംഗ് ടു നോ ഈച്ച് അതർ, പരസ്പരം ആളുകളെ മനസ്സിലാക്കുന്നത് ഓറിയന്റേഷനിലാണ്. ഫോളോഡ് ബൈ കോൺഫ്ലിക്ട് ആൻഡ് പുഷ് ബാക്ക് അഗെയിൻസ്റ്റ് നോംസ്. ഗ്രൂപ്പിലുള്ളതിനോട് നമുക്കൊരു കോൺഫ്ലിക്ട് ഉണ്ടാവുന്ന, ഒരു പുഷ് ബാക്ക്, ഒരു ഉൾവലിയലൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ ബാക്കിലോട്ട് വലിയലൊക്കെ ഉണ്ടാവും, ദാറ്റ് ഈസ് റെസിസ്റ്റൻസ്. ദെൻ വർക്ക് ത്രൂ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. നമ്മളൊന്ന് വർക്ക് ചെയ്ത് നോക്കുന്നു, നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുന്നു, ദാറ്റ് ഈസ് നെഗോഷിയേഷൻസ്. ഡെവലപ്പ് ക്ലോസർ ബോണ്ട് ഉണ്ടാക്കുന്നു, ദാറ്റ് ഈസ് ഇന്റിമസി. ആൻഡ് ഫൈനലി ടെർമിനേഷൻ. ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും ടെർമിനേഷൻ. ടെർമിനേഷൻ എന്നുള്ള സാധനം കണ്ട അവസാനത്തേക്ക് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ദാറ്റ് വിൽ ഇൻക്ലൂഡ്, അതായത് കൺക്ലൂഡ് ചെയ്യാണ്, തീർക്കുകയാണ് അല്ലെ, അവസാനം എന്നുള്ള അർത്ഥം വരുന്നുണ്ട് ടെർമിനേഷൻ. സോ ദീസ് ആർ ദ സ്റ്റെപ്സ് വരുന്നത്. ഓക്കെ, ക്ലെയിം പ്രൊപ്പോസ് ചെയ്തിട്ടുള്ള 5 സ്റ്റേജസ് ഇതൊക്കെയാണ് വരുന്നത് കേട്ടോ. ശരി, അത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇവിടെ നോക്കിയേ, റിസർച്ച് സ്കെയിൽ ഈസ് ബേസ്ഡ് ഓൺ. ഈ ഒരു ക്വസ്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഉത്തരം എക്സാക്ട് ഉത്തരമല്ല വേണ്ട, മോസ്റ്റ് പ്രോബബിൾ ആൻസർ പറഞ്ഞിരിക്കുന്നത്. ഇതൊരു കോമ്പിനേഷൻ ആട്ടോ, രണ്ടെണ്ണം വരുന്നുണ്ട്. ഓക്കെ, ഐദർ എ ബി, നമ്മൾ അങ്ങനെ കൊടുത്തിട്ടില്ല എ ബി, അത് അപ്പുറത്തെ സ്ലൈഡിലാണ്, ഒരേ സ്ലൈഡിൽ ചേർക്കാൻ പറ്റാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. സോ എ ബി ആയിരിക്കാം, ബി സി ആയിരിക്കാം, സി ഡി ആയിരിക്കാം, അങ്ങനെ ഒരു രണ്ട് ഓപ്ഷൻ വരുന്നുണ്ട്, രണ്ടെണ്ണം ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നുണ്ട്. സോ ഏതാണ് സോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിക്കേ.
ഇതിന്റെ ഒരു ഏറ്റവും വലിയ സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾ എലിമിനേഷൻ മെത്തേഡാണ്. നമുക്ക് എന്തായാലും ഇപ്പൊ നമുക്ക് തോന്നും ഡിഗ്രി ഓഫ് ഒബ്ജക്ടിവിറ്റി എന്തായാലും വരേണ്ടതാണ്. റിസർച്ച് സ്കെയിൽ ഉണ്ടാകുന്ന സമയത്ത് ഡിഗ്രി ഓഫ് ഒബ്ജക്ടിവിറ്റി എന്തായാലും മെഷർ ചെയ്യേണ്ട ഒരു സാധനമായിരിക്കും, അല്ലെങ്കിൽ അതൊരു ക്ലാസിഫിക്കേഷൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട. പക്ഷേ ഇവിടെ നമുക്ക് എന്താ അപ്ലൈ ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ ഇവിടെ ഡിഗ്രി ഓഫ് ഒബ്ജക്ടിവിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എലിമിനേഷൻ ആണ് കുറച്ചും കൂടെ ഫോക്കസ് കൊടുക്കുന്നത്, അതല്ലെങ്കിൽ മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസറിനാണ് ഫോക്കസ് കൊടുക്കേണ്ടത്. ഇതിൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു നോക്കി, ഇതിൽ എന്തായാലും വരില്ല എന്ന് ഉറപ്പുള്ള ഒരു സാധനമുണ്ട്, അത് നോൺ ഡയമെൻഷണൽ അപ്രോച്ച് ആണ്. ഓക്കെ, നോൺ ഡയമെൻഷണൽ അപ്രോച്ച് എന്തായാലും ഇതിന്റെ ആൻസർ ആയിട്ട് വരാൻ ചാൻസ് ഇല്ല. അത് നോൺ ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് റിസർച്ച് സ്കെയിൽ യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ ഒരു ബേസ് ആയിട്ട് പറയുന്നതല്ല നോൺ ഡയമെൻഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ നോൺ ഡയമെൻഷൻ അല്ലാത്ത ഒരു അപ്രോച്ച് നമ്മൾ ചെയ്യുന്നില്ല. അപ്പൊ അത് ആ ഒരു സാധനം നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയ ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടും. ഈ ഒരൊറ്റ സാധനം ഇതിൽ എലിമിനേറ്റ് ചെയ്താൽ മതി. പക്ഷെ നമ്മൾ എല്ലാവരും എന്താ ചെയ്യാന്ന് വെച്ചാൽ ഡിഗ്രി ഓഫ് ഒബ്ജക്ടിവിറ്റി അല്ലെങ്കിൽ സബ്ജക്ട് ഓറിയന്റേഷൻ, അപ്പൊ റിസർച്ച് സ്കെയിൽ എന്തായാലും സബ്ജക്ട് ഓറിയന്റേഷൻ വേണം. അപ്പൊ നമ്മൾ ആ ഒരു എ എന്ന് പറയുന്ന ഒരു ഓപ്ഷനോ അതല്ലെങ്കിൽ ബി എന്ന് പറയുന്ന ഒരു ഓപ്ഷനോ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാൻ വേണ്ടി ശ്രമിക്കും. ഇപ്പൊ എന്താ സംഭവിക്കുക, നമ്മൾ അതിൽ വെച്ചിട്ടുള്ള കോമ്പിനേഷൻസ് നോക്കും. ഇപ്പൊ എ ബി ഉണ്ടായിരിക്കും, ബി സി ഉണ്ടായിരിക്കും, അതല്ലെങ്കിൽ എ സി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആവും, ഇതിൽ ഏത് വരാനാ ചാൻസ്, ഇതിൽ ഏത് വരാനാ ചാൻസ്. പക്ഷെ അതേ സ്ഥാനത്ത് നമ്മൾ എന്താണ് നോൺ ഡയമെൻഷണൽ അപ്രോച്ച് ഇതില്ല എന്നുള്ള ഒരു ഉറപ്പിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഡി ഉള്ള ഓപ്ഷൻസ് ഒക്കെ എലിമിനേറ്റ് ചെയ്ത് അറിയാം, ഡയറക്റ്റ് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ഇത് ഞാൻ എങ്ങനെ നിങ്ങൾക്ക് ഇത് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാന്നുള്ള അടുത്ത സ്ലൈഡ് നിങ്ങൾക്ക് മനസ്സിലാവട്ടോ. സോ ഇതിന്റെ ആൻസർ വരുന്നത് സബ്ജക്ട് ഓറിയന്റേഷനും ഡിഗ്രി ഓഫ് സബ്ജക്ടിവിറ്റിയും ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്ടിവിറ്റിയും സബ്ജക്ട് ഓറിയന്റേഷൻ എന്തായാലും മസ്റ്റ് ആയിട്ട് വേണ്ട സാധനം. എയും ബിയും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ വരുന്നില്ല. നമുക്ക് എയും സിയും ബിയും സിയും അതേപോലെ എ ഡി അങ്ങനത്തെ ഒക്കെ കോമ്പിനേഷൻസ് ഒക്കെയാണ് വരുന്നത്. സോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഏതാണ്, എയും ബിയും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ ഇല്ല. സോ നമ്മളിപ്പോ ഏറ്റവും ഉള്ളതിൽ മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ എന്നുള്ള രീതിയിൽ എയും സിയും ആണ് എടുക്കുന്നത്. ഓക്കെ, നോക്കിക്കേ, എയും സിയും ചേർന്ന് ഇതാണ് നമ്മുടെ ആൻസർ. നമുക്ക് എ ബി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല, ഒബ്ജക്ടിവിറ്റി വെക്കാനുള്ള ഒരു ഓപ്ഷൻ വരുന്നില്ല. പിന്നെ നോക്കിയേ, ഡി എന്ന് പറയുന്നത് എന്തായാലും വരില്ല എന്ന് നമ്മൾ ഉറപ്പിച്ചു. അതിന്റെ ബെനിഫിറ്റ് എന്താ ഇവിടെ വന്നത്, എ ഡി വരില്ല, ഡി ഇല്ല എന്ന് നമുക്ക് മനസ്സിലായി, ബി ഡി വരില്ല, സി ഡി വരില്ല. സോ വി ക്യാൻ ഈസിലി എലിമിനേറ്റ് ഓൾ അതർ ഓപ്ഷൻ. ബാക്കി ഏത് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, എ സി മാത്രമേ ഉള്ളൂ. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? സോ നിങ്ങളൊരു ചോദ്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏതൊക്കെ വരും എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ വരും എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഏതൊക്കെ വരില്ല, എന്തായാലും വരില്ല എന്ന് ഉറപ്പുള്ള സാധനം നോക്കുക, എന്നിട്ട് അത് എലിമിനേറ്റ് ചെയ്ത് കളയാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോഴും നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താം. അങ്ങനെ ഒരു അപ്രോച്ചും കൂടെ നിങ്ങൾക്ക് ആക്ച്വലി അവൈലബിൾ ആണ് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കാം. അവിടെ നമ്മളോട് ചോദിച്ച് ഏതൊക്കെ വരും എന്നുള്ളത്. അപ്പൊ നമ്മൾ ആ ഒരു ഒബ്ജക്ടിവിറ്റിയും സബ്ജക്ട് നോളജും ഇങ്ങനെ പിടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്താ, ഇപ്പൊ നമുക്കറിയാം സബ്ജക്ട് നോളജ് ഉണ്ട്, അപ്പൊ നമുക്ക് ഇതൊക്കെ ഡൗട്ട് ആവും, എ ഡി ആണോ വരിക, എ സി ആണോ വരിക. എ വരുന്ന രണ്ട് ഓപ്ഷൻ ഉണ്ട്, അപ്പൊ നമുക്ക് ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ ഡൗട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ എയും ബി ഒന്ന് രണ്ട് എന്നുള്ളതിൽ ഇങ്ങനെ തട്ടി തട്ടി നിൽക്കും. പക്ഷെ നമുക്ക് ഡി വരില്ല എന്നുള്ള ഒരു ഉറപ്പായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, മൂന്ന് ഓപ്ഷൻ ഈസിലി എലിമിനേറ്റ് ചെയ്യാം. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? സോ ഇങ്ങനെയും നിങ്ങൾ ചോദ്യങ്ങളെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. ശരി, അപ്പൊ അതിന്റെ ആൻസർ എ സി ആണ് വരുന്നത്. അടുത്ത നോക്കിയൊക്കെ, സ്റ്റെപ്പ് എന്ന് പറയുന്നത് STEP അതൊരു അക്രോണിം ആണ്, അതിന്റെ ഫുൾ ഫോം എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. ചിന്തിച്ച് നോക്കിക്കേ, സ്കീം ഫോർ സാറ്റലൈറ്റ് എക്സ്പെരിമെന്റ് പ്രൊജക്ട് ഉണ്ട്, സപ്പോർട്ട് ടു ട്രെയിനിങ് ആൻഡ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം ഉണ്ട്, സ്ട്രാറ്റജിക് ട്രെയിനിങ് ഫോർ എംപ്ലോയ്മെന്റ് പർപ്പസ്, സ്ട്രാറ്റജിക് ടീച്ചിങ് ഫോർ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം. ഇതിന്റെ ആൻസർ വരുന്ന സ്റ്റെപ്പ് ആക്ച്വലി സപ്പോർട്ട് ടു ട്രെയിനിങ് ആൻഡ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം ആണ് കേട്ടോ. അതിന്റെ ഒരു ആക്രോണിം ആയിട്ട് നമ്മൾ പറയുന്ന സ്റ്റെപ്പ്. പിന്നെ പ്രാവശ്യം അതേപോലെ പേർട്ട് ഒക്കെ ചോദിക്കുന്നത്, PERT, പേർട്ട്, സ്റ്റെപ്പ്, അങ്ങനെ കുറച്ച് ആക്രോണിംസ് യൂഷ്വലി ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക, കുറച്ച് ആക്രോണിംസ് ഇങ്ങനെ ഉള്ളത് പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. സ്റ്റെപ്പ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ PERT, പേർട്ട് വരുന്നുണ്ട്, PRI ഒക്കെ നിങ്ങൾക്ക് അറിയുന്നതല്ലേ, PRI എന്ന് പറയുന്നത് സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇത്തരം സംഭവങ്ങൾ നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം കേട്ടോ. നിങ്ങൾക്ക് അത് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇപ്പൊ നമുക്ക് ഒരുപാട് AI ടൂൾസ് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഏതെങ്കിലും ഒരു AI ടൂളിനോട് ചോദിക്കാം, ഇങ്ങനെ സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ലിസ്റ്റ് ഓഫ് എന്ത് തരാൻ, അക്കൗണ്ട്സ് തരാൻ വേണ്ടിയിട്ട് ചോദിക്കാം. അപ്പൊ അവരെന്തായാലും തരുന്ന കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരിക്കും, അതിൽ വരുന്നതായിരിക്കും. ഓക്കെ, സോ അങ്ങനെയും നിങ്ങൾക്ക് നോക്കി വെക്കാൻ വേണ്ടി പറ്റും. കാരണം അക്കൗണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്തായാലും അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിലും വരും, ഏതെങ്കിലും ഒരു അക്കൗണ്ട് ഇതുപോലെ ചോദിക്കും, അതിന്റെ ഫുൾ ഫോം എന്താണെന്നുള്ള രീതിയിൽ. അതൊരു മോഡലാണ് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, സോ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്കൊരു ലോജിക് വെച്ചിട്ടും കിട്ടും. സാറ്റലൈറ്റ് എക്സ്പെരിമെന്റ് പ്രൊജക്ട് ഒന്നും ഇവിടെ ചോദിക്കേണ്ട ഒരു കോണ്ടെക്സ്റ്റ് വരുന്നില്ല എന്നുള്ളൊരു സംഭവം വെച്ചിട്ട് നമുക്ക് കുറെയൊക്കെ എലിമിനേറ്റ് ചെയ്യാം. എന്നാൽ പോലും നിങ്ങൾ അത് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. സപ്പോർട്ട് ടു ട്രെയിനിങ് ആൻഡ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം. ഓക്കെ, അതാണ് അതിന്റെ ആൻസർ വരുന്നത്. ഇനി നോക്കിക്കേ, അതിനെ കുറിച്ചിട്ട് ഒരു ബ്രീഫ് ആയിട്ടുള്ള സംഭവം കൊടുത്തിരിക്കുന്നത്, സപ്പോർട്ട് ടു ട്രെയിനിങ് ആൻഡ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം ഫോർ വിമൻ എന്ന് പറയുന്നത് 1986-87 കാലത്ത് വരുന്നതാണ്. സെക്ടർ സ്കീമാണ്.
ഈ സെൻട്രൽ സെക്ടർ സ്കീമും സെൻട്രൽ സ്പോൺസേഡ് സ്കീമും ഉണ്ട്. നിങ്ങൾ അത് മനസ്സിലാക്കണം കേട്ടോ. സെൻട്രൽ സെക്ടർ സ്കീം എന്ന് പറയുന്നത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? സെൻട്രൽ സെക്ടർ സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി സെൻട്രൽ ഗവൺമെന്റ് ഫണ്ട് ചെയ്യുന്ന സ്കീംസിനെയാണ് നമ്മൾ സെൻട്രൽ സെക്ടർ സ്കീം എന്ന് പറയുന്നത്. ദാറ്റ് ആ ഒരു സ്കീം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഫുള്ളി ഫണ്ടഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും, ഫുള്ളി കൺട്രോൾഡ്, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിനായിരിക്കും അതിന്റെ എല്ലാവിധ ഇതും വരുന്നുണ്ടായിരിക്കാം. സെൻട്രലി സ്പോൺസേഡ് സ്കീംസ് വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ MGNREG, ദേശീയ തൊഴിലുറപ്പ് പദ്ധതി, സെൻട്രലി സ്പോൺസേഡ് സ്കീം. എന്താ ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് സെൻട്രലിന്റെ ഒരു വിഹിതം ഉണ്ടായിരിക്കും, സ്റ്റേറ്റിന്റെ ഒരു വിഹിതം ഉണ്ടായിരിക്കും. ഇവർ രണ്ടുപേരും കൂടെ അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മൾ പറയുന്നല്ലേ തൊഴിലുറപ്പ് പദ്ധതി, തൊഴിലുറപ്പ് പദ്ധതിക്കാരുടെ വേതനത്തിൽ ഒരു പങ്ക് ആര് കൊടുക്കുന്നുണ്ടാവും? സെൻട്രൽ കൊടുക്കുന്നുണ്ടാവും, ഒരു പങ്ക് സ്റ്റേറ്റും കൊടുക്കുന്നുണ്ടാവും. സോ ദാറ്റ് ബോത്ത് ആർ കോൺട്രിബ്യൂട്ടിങ്. രണ്ടുപേരുടെയും വരുന്നതാണ് സെൻട്രലി സ്പോൺസേഡ് സ്കീം. അത് രണ്ട് നമ്മൾ വ്യത്യാസം എപ്പോഴും മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പൊ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ സെൻട്രൽ സെക്ടർ സ്കീമാണ്. 86-87 കാലഘട്ടത്തിലാണ് തുടങ്ങിയിരിക്കുന്നത്. എംപ്ലോയബിലിറ്റി ടു വിമൻ, വിമൺ എംപ്ലോയബിലിറ്റി കൊടുക്കുക, അവരുടെ സ്കിൽസ് മെച്ചപ്പെടുത്തുക, അവരെ സെൽഫ് എംപ്ലോയിഡ് ആക്കുക, ഓൺടർപ്രണേഴ്സ് ആക്കുക തുടങ്ങിയ ഒരു ഉദ്ദേശത്തോടു കൂടെ വന്നിട്ടുള്ളതാണ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ബെനിഫിറ്റ് എന്ന് പറയുന്നത് 16 ഇയേഴ്സ് ഏജ് ഗ്രൂപ്പുള്ള 16 ഇയേഴ്സ് ആൻഡ് അബവ് വരുന്ന ആളുകൾക്കാണ്. റൂറൽ വിമണിനായിരിക്കും എന്ത് കൊടുക്കുന്നുണ്ടാവും? ഇതിന്റെ ബെനിഫിറ്റ്സ് കൊടുക്കുന്നുണ്ടായിരിക്കാം. സോ അതിനെ കുറിച്ചിട്ടുള്ള റഫ് ഐഡിയ ആണ്. നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ആരാണ് അതിന്റെ ബെനിഫിഷ്യറീസ് എന്നുള്ളതൊക്കെ ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, സ്റ്റെപ്പ് എന്താ? സപ്പോർട്ട് ടു ട്രെയിനിങ് ആൻഡ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം. അവർക്ക് കപ്പാസിറ്റി ട്രെയിനിങ് കൊടുക്കുക, അതുവഴി അവരുടെ എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്പ് ചെയ്യുക. ഇതാണ് ബേസിക്കലി ആ സ്കീം. ഓക്കെ, ശരി. അടുത്ത നോക്കിയേ, വിച്ച് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ്. ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏതെന്നാ ചോദിച്ചിരിക്കുന്നത്? വിച്ച് ഈസ് നോട്ട് എന്നാ ചോദിച്ചിരിക്കുന്നത് കേട്ടോ, ശ്രദ്ധിക്കണം. ക്രിട്ടിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഏതാന്നല്ല ചോദിച്ചിരിക്കുന്നത്. യുവർ ക്വസ്റ്റ്യൻ ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ള. ഒന്ന് ചോദിച്ചു, എന്താ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ? ആ ഒരു സാധനത്തിനെ വിമർശനാത്മകമായി കാണുക, അതിന്റെ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ഇഴകീറി പരിശോധിക്കുക, അതിനൊക്കെ നമ്മൾ ക്രിട്ടിക്കൽ ആയിട്ട് അനലൈസ് ചെയ്യാന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പൊ ക്രിട്ടിക്കൽ ആയിട്ട് അങ്ങനെ തിങ്ക് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളൊരു സംഭവം അതല്ല ഉദ്ദേശിക്കുന്നത്. സോ ചിന്തിച്ചു നോക്കിക്കേ, വർക്കിംഗ് ടുവാർഡ്സ് ഒബ്ജക്ടിവിറ്റി, ഒബ്ജക്ടിവിറ്റിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു സംഭവത്തിനെ ബേസ് ചെയ്തിട്ട്, അതല്ലെങ്കിൽ ഒരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള അതല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള സംഭവങ്ങളുടെ ഇൻഫ്ലുവൻസ് ഇല്ലാണ്ട് നോക്കി കാണാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് എന്താണ്? ഒരു ഒബ്ജക്ടിവിറ്റി എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ പാർട്ടായിട്ട് പറയുന്നതാണ്. അപ്പൊ അത് എന്തായാലും ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. എക്സ്പ്ലോറിംഗ് അൾട്ടർനേറ്റീവ്, അതായത് വ്യത്യസ്തമായിട്ടുള്ള അൾട്ടർനേറ്റീവ്സ് നോക്കുക, എന്തൊക്കെയാണ് നമുക്ക് മുന്നിലുള്ള വ്യത്യസ്ത ഓപ്ഷൻസ് എന്നുള്ളത് പരിശോധിക്കുക, അതിൽ ഏതാണ് ബെസ്റ്റ് എന്ന് മനസ്സിലാക്കി അതിന് വാല്യൂസ് കൊടുത്തിട്ട് അത് ചൂസ് ചെയ്യുക. ഇതല്ലേ നമ്മൾ ചെയ്യുന്നത്. സോ അതൊരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതല്ലേ. വ്യത്യസ്തമായിട്ടുള്ള ഓപ്ഷൻസ് എന്തൊക്കെ? ഒരൊറ്റ ഓപ്ഷൻ, എന്റെ ഒരു പ്രശ്നമുണ്ട്, അതിനൊറ്റ ഓപ്ഷനേ ഉള്ളൂ, അത് കൂടെ പോവാന്നുള്ളതല്ലോ. എന്തൊക്കെ ഓപ്ഷൻസ് അതിൽ വരാൻ ചാൻസസ് ഉണ്ട്, എന്തൊക്കെയാണ് നമുക്ക് വ്യത്യസ്തമായി ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ എനിക്ക് സോൾവ് ചെയ്യാം. ഇത്തരം ആൾട്ടർനേറ്റീവ്സ് ചെക്ക് ചെയ്യുന്നത് ആക്ച്വലി ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. നമ്മൾ തിങ്ക് ചെയ്യുന്നില്ല, നമ്മൾ അതിനെ ക്രിട്ടിക്കലായി നോക്കി കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചിന്തിക്കുക പോലും. നമ്മൾ ഇത് ചെയ്യാം, അങ്ങനെ അങ്ങോട്ട് പോവാം, എന്താണോ ഉള്ളത് അതങ്ങോട്ട് ചെയ്തു പോവാം. അതല്ലല്ലോ അവിടെ നടക്കുന്നത്. സോ എക്സ്പ്ലോറിംഗ് ആൾട്ടർനേറ്റീവ്സ് ഈസ് ഓൾവേസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ്. ഇനി റിലയൻസ് ഓൺ ഓൺലി വൺ അസേർഷൻ ഫോർ അൺസ്ട്രക്ചർഡ് പ്രോബ്ലം. പ്രത്യേകിച്ച് സ്ട്രക്ചർ ഒന്നും ഇല്ലാത്ത പ്രോബ്ലം ആണ്, പക്ഷെ നമ്മൾ ആകെ ഒരൊറ്റ അസേർഷനെ മാത്രം ഫോക്കസ് ചെയ്ത് അതിന്റെ വേറെ തലങ്ങളൊന്നും നോക്കുന്നില്ല, വേറെ ഡയമെൻഷൻ ഒന്നും നോക്കുന്നില്ല, ആ ഒരെണ്ണം മാത്രം നോക്കി പോകുന്നു എന്നുള്ളത് അതൊരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആവാൻ ചാൻസ് ഉണ്ടോ? ഇല്ല, അതൊരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ല. നമ്മൾ അങ്ങനെ ഒറ്റ അസേർഷനെ മാത്രം ഫോക്കസ് ചെയ്ത്, പ്രത്യേകിച്ച് ഒരു അൺസ്ട്രക്ചർഡ് പ്രോബ്ലത്തിൽ, സ്ട്രക്ചർ ഒന്നും ഇല്ലാത്തൊരു പ്രോബ്ലം ആണ്, അതായത് നമ്മൾ ക്ലിയർലി ഡിഫൈൻഡ് ആയിട്ടുള്ളതോ ക്ലിയർലി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രശ്നമല്ല. അത്തരത്തിലുള്ള ഒരു പ്രശ്നത്തിന് മൾട്ടി ഡയമെൻഷൻസ് ഉണ്ടായിരിക്കും. നമ്മൾ അതൊന്നും കൺസിഡർ ചെയ്യാണ്ട് ആകെ ഒരു അസേർഷൻ ഉണ്ടാക്കി ആ ഒരു അസേർഷനെ മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്ന ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ ഹാബിറ്റ് ആയിട്ട് തോന്നുന്നുണ്ടോ? അല്ല, അത് അങ്ങനെയല്ല വരുന്നത്. ഓക്കെ, അണ്ടർസ്റ്റാൻഡിങ് ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. ക്രിട്ടിക്കൽ തിങ്കിങ് അല്ലേ? ഒരു മനുഷ്യന്റെ സ്വഭാവത്തിന് സോഷ്യൽ ആൻഡ് കൾച്ചറൽ കോണ്ടെക്സ്റ്റുകൾ ഉണ്ട്. അത് എന്താ പറയുന്ന അയാളുടെ ഏതെങ്കിലും ഒരു ഫാക്ടർ മാത്രം ഡിറ്റർമൈൻ ചെയ്യുന്ന സംഭവമല്ല, അതിന് വ്യത്യസ്തമായ തലങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ ഭാഗമാണ്. സോ ഇതിൽ ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ ഭാഗമല്ലാത്ത വരുന്ന ഏതാ? റിലയൻസ് ഓൺ ഓൺലി വൺ അസേർഷൻ ഓഫ് ഫോർ അൺസ്ട്രക്ചേർഡ് പ്രോബ്ലംസ്. അതാണ് എന്തെന്ന് പറയുന്നത്? ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ ഭാഗമല്ലാതെ വരുന്നത്. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, എളുപ്പമല്ലേ? നമുക്ക് ആ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ ലോജിക്കലി നമുക്ക് തോന്നുന്നില്ല ഇത് തന്നെ ആയിരിക്കാനാ ചാൻസ് എന്നുള്ളത്. ബാക്കിയെല്ലാം ക്രിട്ടിക്കൽ തിങ്കിങ്ങുമായിട്ട് സിങ്ക് ആവുന്നതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? അങ്ങനെ തോന്നണം. അതാണ് നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നണം ഇതാവാനാണ് എന്നുള്ള സംഭവം. ഓക്കെ, ശരി. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, അപ്പൊ നമ്മൾ ഈ ഒരു സാധനം ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ, അതായത് ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ള ഒരു ഹെഡിങ് കൊടുത്തിട്ട് അതിന്റെ അണ്ടർലൈനിന് പഠിക്കുക എന്നുള്ളൊരു സംഭവം വരുന്നില്ല. അപ്പൊ നിങ്ങൾ നെറ്റിന്റെ സിലബസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഓക്കെ ഇത് ക്രിട്ടിക്കൽ തിങ്കിങ്, ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇന്നത് അങ്ങനെ പഠിച്ചാൽ പോലും അതിലെല്ലാ ക്രിട്ടിക്കൽ തിങ്കിങ് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് പഠിക്കാൻ പറ്റുന്നതല്ല. സോ നിങ്ങൾ മനസ്സിലാക്കി ഇവിടെയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന നമ്മുടെ ആ ഒരു യുക്തി, നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ് ആണ് നമ്മൾ ഈ ഒരു ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത്.
ഓക്കെ, അപ്പൊ അത് നമ്മൾ ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ഇതെല്ലാം പഠിച്ചുകൊണ്ട് മാത്രമാണ് ഉത്തരം കിട്ടുന്നതെന്ന്. അല്ല, നമുക്ക് കുറെ കാലമായിട്ട് നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളും എല്ലാം അപ്ലൈ ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ ഉത്തരത്തിലെത്തുന്നത്. ഓക്കെ, ശരി. റിലയൻസ് ഓൺ ഓൺലി വൺ അസേഷൻ ഫോർ അൺസ്ട്രക്ചർഡ് പ്രോബ്ലം, അതെന്താണ് ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ല. ഓക്കെ, ശരി. അടുത്ത നോക്കിയേ, NEP 2020 envisions to see Bharat developing as an equitable and vibrant knowledge society by emphasizing mostly on കേരള, അല്ലെങ്കിൽ കേരളം അല്ല, സോറി, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു എക്വിറ്റബിൾ ആയിട്ടുള്ള അതേപോലെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു നോളജ് സൊസൈറ്റി ആയിട്ട് മാറുന്നു. NEP 2020യുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു അഡ്മിഷൻ ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പൊ അത് എന്തിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇഷ്യൂസ് ഓഫ് ആക്സസ്, ടെക്നോളജി എനേബിൾഡ് ലേണിംഗ്, ഇഷ്യൂസ് ഓഫ് ഇക്വിറ്റി, മേക്കിംഗ് ഇന്ത്യ എ ഗ്ലോബൽ നോളജ് സൂപ്പർ പവർ. ഭയങ്കര ഫാക്ച്വൽ ആയിട്ടുള്ള സംഭവമാണ്. നമ്മളെ NEP 2020നെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ആൻസർ ചെയ്യാം. നോക്കിക്കേ, ഒരു ഇക്വിറ്റബിൾ ആൻഡ് വൈബ്രന്റ് നോളജ് സൊസൈറ്റിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ള ഒരു സംഭവമല്ലേ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഒരു സോഷ്യൽ ആയിട്ടുള്ള ഒരു മൊത്തം സൊസൈറ്റിനെ ഒക്കെ വെച്ചിട്ട് പറയുന്നത്. സോ വി ആർ ഫോക്കസിങ് ഓൺ മേക്കിംഗ് ഇന്ത്യ ഈ ഗ്ലോബൽ നോളജ് സൂപ്പർ പവർ. അതിനാണ് നമ്മൾ ഫോക്കസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ആസ് പെർ NTA ആൻസർ കീ പ്രകാരം ഇതാണ് അതിന്റെ ആൻസർ വരുന്നത്. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? മേക്കിംഗ് ഇന്ത്യ ഗ്ലോബൽ നോളജ് സൂപ്പർ പവർ എന്നുള്ളതാണ്. പക്ഷെ അത് തന്നെയല്ലേ നമുക്ക് കൂടുതൽ സിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വൈബ്രന്റ് ആയിട്ടുള്ള എക്വിറ്റബിൾ ആയിട്ടുള്ള ഒരു നോളജ് സൊസൈറ്റിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് NEP 2020 എൻവിഷൻ ചെയ്യുന്നത്. അതിനോട് കൂടുതൽ അലൈൻ ചെയ്ത് നിൽക്കുന്ന ഏതാ? മേക്കിംഗ് ഇന്ത്യ ഗ്ലോബൽ സൂപ്പർ പവർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? ശരി, അതാണ് അതിന്റെ ആൻസർ വരുന്നത് കേട്ടോ. അടുത്ത് നോക്കിയേ, പറഞ്ഞു ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്തായാലും നിങ്ങൾ പഠിക്കണം. കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് ഫണ്ടമെന്റൽ റൈറ്റ്, DPSP. അതേപോലെ DPSP ഫണ്ടമെന്റൽ ഡ്യൂട്ടി നിങ്ങൾ ജസ്റ്റ് വായിച്ചെങ്കിലും വെക്കുക, പക്ഷെ ഡോണ്ട് സ്കിപ്പ് ഫണ്ടമെന്റൽ റൈറ്റ്. ഫണ്ടമെന്റൽ റൈറ്റ് ആർട്ടിക്കിളോടെ തന്നെ പഠിച്ചു വെക്കുക. നമുക്കറിയാം ആർട്ടിക്കിൾ 12 മുതൽ ആർട്ടിക്കിൾ 35 വരെ വരുന്നതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ് അത് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ ഒരു കാരണവശാലും അതിനെക്കുറിച്ച് അത് സ്കിപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കരുത്. പാർട്ട് 3 എന്ന് പറയുന്ന ആ സംഭവം, കാരണം എന്താ വെച്ചാൽ ചോദ്യം വരുന്നതാണ്, മസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ്. എന്തായാലും ഇപ്പൊ എന്താ പറയാ, ഇവിടെ അല്ലെങ്കിൽ ഏത് എക്സാമിന് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് എന്തായാലും ചോദിക്കുന്ന ഒരു സംഭവമായിരിക്കും ഇത്. എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെയും സിലബസിൽ ഉണ്ടാവുന്ന ഒരു സാധനമായിരിക്കും ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്, അല്ലെ? എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ചിന്തിച്ചു നോക്കിക്കേ, ആർട്ടിക്കിൾ 19 നമുക്കറിയാം. ആർട്ടിക്കിൾ 12 ടു ഏത് വരെയാണ് വരുന്നത്? 35 വരെയാണ് വരുന്നത്. അത്രയാണ് എന്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതില് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാത്ത ഫണ്ടമെന്റൽ റൈറ്റ്സ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, ആർട്ടിക്കിൾ 14 ടു 18 വരെയാണ് വരുന്നത്. ആർട്ടിക്കിൾ 12ഉം 13ഉം, 12 എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ ഡെഫിനേഷൻ കൊടുത്തിരിക്കുന്നത്, 13 എന്ന് പറയുന്നത് ജുഡീഷ്യൽ റിവ്യൂവിന്റെ സംഭവങ്ങളൊക്കെ പറയുന്നു. സോ 13 തൊട്ടിട്ട് അല്ലെങ്കിൽ 14 തൊട്ടിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്, അല്ലെ? 14 തൊട്ടിട്ട് 18 വരെ നമുക്ക് ഏതാണെന്ന് അറിയാം. 14 ടു 18 റൈറ്റ് ടു ഇക്വാലിറ്റി ആണ് വരുന്നത്. റൈറ്റ് ടു ഇക്വാലിറ്റി ആണ് വരുന്നത്. അത് കഴിഞ്ഞ് 19 തൊട്ടിട്ടാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്. 19 തൊട്ടിട്ട് 22 വരെ ഏത് വരുന്നു? റൈറ്റ് ടു ഫ്രീഡം വരുന്നുണ്ട്. സോ ആർട്ടിക്കിൾ 19 റൈറ്റ് ടു ഫ്രീഡം കറക്റ്റ് ആയിട്ടല്ലേ കൊടുത്തിരിക്കുന്നത്? സോ ഓപ്ഷൻ കറക്റ്റ് ആണ്. ഇനി 14 ടു 80 റൈറ്റ് ടു ഇക്വാലിറ്റി അല്ലേ? നമ്മളിപ്പോ പറഞ്ഞു റൈറ്റ് ടു ഇക്വാലിറ്റി ആണ്, അപ്പൊ അത് കറക്റ്റ് ആണ്. ഇനി ഇത് നോക്കിയ ആർട്ടിക്കിൾ 23, 24, അപ്പൊ നമ്മൾ പറഞ്ഞു 22 വരെ റൈറ്റ് ടു ഫ്രീഡം ആണ് വരുന്നത്. 19 ടു 22. 23ഉം 24ഉം എന്താ? റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആണ്. 23ഉം 24ഉം റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആണ്. 23, 24 ആയി. ഇനി 25 മുതൽ 28 റൈറ്റ് ഓഫ് റിലീജിയൻ ആണ്. റിലീജിയന്റെ റൈറ്റ്സ് ആണ് 28 വരെ പിന്നെ പറയുന്നത്. 25 ടു 28. 29ഉം 30ഉം പിന്നെ എന്ത് പറയുന്നുണ്ട് നമ്മൾ? 29ഉം 30ഉം കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ആണ്. 29ഉം 30ഉം കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ആണ്. 31 ഉണ്ടോ? 31 ഇല്ല. അതെന്തായിരുന്നു? റൈറ്റ് ടു പ്രോപ്പർട്ടി ആയിരുന്നു. അത് നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിപ്പോ എന്തല്ല? ഫണ്ടമെന്റൽ റൈറ്റ് അല്ല, അത് ലീഗൽ റൈറ്റ് ആണ്. ആർട്ടിക്കിൾ 32 ആണ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി. പക്ഷെ ഇവിടെ എത്ര കൊടുത്തിരിക്കുന്നത്? ആർട്ടിക്കിൾ 35 കൊടുത്തിരിക്കുന്നത്. സോ ആർട്ടിക്കിൾ 35 കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി ആണോ? അല്ല, ആർട്ടിക്കിൾ 32 ആണ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി. ഒറ്റ ഇതേ വരുന്നുള്ളൂ, ആർട്ടിക്കിൾ 32 കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി എന്നുള്ള സംഭവം. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? 33, 34, 35 എന്താ പിന്നെ വരുന്നത്? മിലിറ്ററി റിലേറ്റഡ് ആയിട്ടുള്ളത്, മാറ്റൽ റൂൾസ് വരുന്നത്, പിന്നെ അതേപോലെ തന്നെ മാറ്റൽ റൂൾസ് അല്ല, മാർഷൽ റൂൾസ്, സോറി, മാർഷൽ റൂൾസ് വരുന്നത്, പിന്നെ അതേപോലെ തന്നെ പാർലമെന്റിനെ ആക്റ്റീവ് ഉണ്ടാക്കാൻ തുടങ്ങിയ സംഭവങ്ങളാണ് വരുന്നത്. സോ 32 ആണ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി വരുന്നത്. എന്തല്ല? 35 അല്ല കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി വരുന്നത്. സോ ആ ഒരു ഓപ്ഷൻ തെറ്റാണ്. സോ വിച്ച് ഈസ് നോട്ട് കറക്റ്റ്ലി ലിസ്റ്റഡ്. സി ആണ് കറക്റ്റ്ലി ലിസ്റ്റ് ചെയ്യാത്തത്. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? സോ എന്തായാലും മസ്റ്റ് ആയിട്ടും യു ഷുഡ് സ്റ്റഡി എന്ത്? ഫണ്ടമെന്റൽ റൈറ്റ്സ് പഠിച്ചിരിക്കണം. അതിന്റെ ആർട്ടിക്കിൾസ് വെച്ച് പഠിക്കുക. അറ്റ്ലീസ്റ്റ് ആ ഒരു ബ്രോഡ് ക്ലാസിഫിക്കേഷൻ നിങ്ങൾ അതിന്റെ ഓരോന്നും
14 എന്താ 15 എന്താ 16 എന്താ 17 അങ്ങനെ പഠിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം കേട്ടോ. കാരണം നമ്മളോട് മുന്നേ ചോദിച്ചിട്ടുണ്ട് ആർട്ടിക്കിൾ 17 മാച്ച് ഓഫ് ഫോളോയിങ് നിങ്ങൾ കണ്ടല്ല, ആർട്ടിക്കിൾ 17 എന്താ അൺടച്ചബിലിറ്റി അബോളിഷ് ചെയ്തു. അപ്പൊ നിങ്ങളത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയണം. അപ്പൊ ഓരോ ആർട്ടിക്കിളും വെച്ച് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അതല്ലെങ്കിൽ പോലും ആ ഒരു ബ്രോഡർ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. 14 to 18 ഇക്വാലിറ്റി ആണ്, 19 തൊട്ടിട്ട് 22 വരെ അല്ലെങ്കിൽ 19 തൊട്ട് 22 ഫ്രീഡം ആണ്. അപ്പൊ ആ ഒരു ബ്രോഡർ ക്ലാസിഫിക്കേഷനെങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കും. ബേസിക് ആയിട്ട് അതെങ്കിലും പഠിക്കണം കേട്ടോ, എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ, ശരി. അപ്പൊ അതിന്റെ ആൻസർ എന്താ വരുന്നത്? സി ഓൺലിയാ വരുന്നത് കേട്ടോ. സി ഓൺലി ആണ്, സി മാത്രമാണ് അതിൽ തെറ്റായിട്ടുണ്ടാവുന്നത്. ഓക്കെ, ശരി. അവിടെ വായിക്കുക, അറേഞ്ച് ദ ഫോളോയിങ് സ്റ്റേജസ് ഓഫ് പോളിസി ഫോർമുലേഷൻ ഇൻ ദ ഓർഡർ ഓഫ് ദിയർ അക്കറൻസ്. ഇതും ഈ പറയുന്ന പോലെ പോളിസി ഫോർമുലേഷൻ നിങ്ങൾക്ക് ഈ ഒരു ഓർഡർ മാത്രം കിട്ടിയാൽ മതി. ഇത് നിങ്ങൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവണമെന്നില്ല. എന്നാൽ പോലും ഈ ഒരു ഓരോ സ്റ്റേറ്റ്മെന്റ് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് കിട്ടും, ഏതാണ് വരാൻ ചാൻസ് ഉള്ളത് എന്നുള്ളത്. അജണ്ട സെറ്റിംഗ്. നമ്മൾ ഈ സാധാരണഗതിയിൽ അജണ്ട സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും? ഒരു ആദ്യ ഘട്ടത്തിലാണ്. അതായത് എന്താണ് പരിപാടി എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു മീറ്റിംഗ് ഒക്കെ കൂടിക്കഴിഞ്ഞാൽ അജണ്ട, ഇന്നത്തെ അജണ്ട എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യും അല്ലെ. അപ്പൊ അത് ആദ്യം ഒരു ഇനീഷ്യൽ ഫേസിലാണ്, ഏറ്റവും ആദ്യം ആയിരിക്കില്ല, എന്നാൽ പോലും ഒരു ഇനീഷ്യൽ ഫേസിലാണ്. അവസാനത്തേക്ക് ആവില്ല എന്തായാലും അജണ്ട സെറ്റ് ചെയ്യുക അല്ല. അപ്പൊ അത് നടക്കട്ടെ. പോളിസി ഫോർമുലേഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. അജണ്ടയൊക്കെ സെറ്റ് ആയതിനു ശേഷമല്ലേ പോളിസി ഫോർമുലേറ്റ് ചെയ്യലും ഡിസിഷൻ മേക്കിംഗ് ഒക്കെ വരത്തുള്ളൂ. അപ്പൊ എ കഴിഞ്ഞിട്ടാണ് എന്തായാലും ബി. സി ഫീഡ്ബാക്ക് ഇവാലുവേഷൻ ആൻഡ് ടെർമിനേഷൻ. എപ്പോഴാണ് നമ്മൾ ഫീഡ്ബാക്ക് ഇവാലുവേഷൻ ടെർമിനേഷൻ ഒക്കെ നടത്തുക? അവസാനത്തേക്കല്ലേ ഇതെല്ലാം വെക്കുക, ടെർമിനേറ്റ് ചെയ്യുന്നു, അതായത് അത് പിരിച്ചുവിടുന്നു അല്ലെങ്കിൽ ഇവാലുവേഷൻ നടത്തുന്നു, ഫീഡ്ബാക്ക് കൊടുക്കുന്നു, എല്ലാം അവസാനത്തേക്ക് വരുന്നു. അപ്പൊ സി എന്തായാലും ലാസ്റ്റ് ആണ്. ആസ് ഫോർ ഇപ്പൊ എങ്ങനെയാ? എ ബി സി, എ കഴിഞ്ഞിട്ട് ബി, ബി കഴിഞ്ഞിട്ട് സി, ഇതുവരെ നോക്കിയാലും കേട്ടോ. ഇനി ഡി നോക്കിക്കേ, പ്രോബ്ലം റെക്കഗ്നീഷൻ ആൻഡ് പ്രോബ്ലം ഡെഫിനേഷൻ. ഒരു പ്രശ്നം നമ്മൾ മനസ്സിലാക്കുന്നു. പ്രശ്നം മനസ്സിലാക്കുക എന്നുള്ളത് നമ്മൾ ആദ്യമാണോ ചെയ്യുക, അവസാനമാണോ ചെയ്യുക? ഏറ്റവും ആദ്യം ചെയ്യുന്നതല്ലേ. പ്രശ്നം മനസ്സിലാക്കിയല്ലേ നമ്മൾ അതിനെ സോൾവ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് അല്ലെ. അപ്പൊ നമ്മൾ പോളിസി ഫോർമുലേഷനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പോളിസി ഫോർമുലേഷനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് എന്താ, ആദ്യം പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കണം, എന്നിട്ട് ആ പ്രശ്നം സോൾവ് ചെയ്യാനാണ് നമ്മൾ പോളിസി ഉണ്ടാക്കുന്നത് അല്ലെ. ഇപ്പൊ പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ ആൻഡ് പ്രോബ്ലം ഡെഫിനേഷൻ എന്താ, ഏറ്റവും ആദ്യം വരുന്നതായിരിക്കും. സോ ഡി വിൽ ബി ദ ഫസ്റ്റ് വൺ അല്ലെ. അപ്പൊ ആദ്യം ഡി എന്ന് തുടങ്ങി, പ്രോബ്ലം മനസ്സിലാക്കി, അജണ്ട സെറ്റ് ചെയ്തു, പോളിസി ഉണ്ടാക്കി, ഫീഡ്ബാക്ക് ഇവാലുവേഷൻ ഒക്കെ നോക്കി. ഇനി എക്സിക്യൂഷൻ ഓർ എൻഫോഴ്സ്മെന്റ് ഓഫ് പോളിസി. ഇനി നിങ്ങൾ പറഞ്ഞ, ഇപ്പൊ ഞാൻ പറയുന്നു ഡി എ ബി സി എന്ന് പറയുന്ന ഒരു ഓർഡറാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഇതിൽ എവിടെ വരാനാണ് ചാൻസ്? എക്സിക്യൂഷൻ അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഓഫ് പോളിസി എന്ന് പറയുന്നത് പോളിസി എക്സിക്യൂട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ പോളിസി നമ്മൾ നടപ്പിലാക്കുന്നു എന്നുള്ളത് എവിടെ വരാനാണ് ചാൻസ്? സെക്കൻഡ് ലാസ്റ്റ് വരാനല്ലേ ചാൻസ്. അതായത് ആദ്യം നമ്മൾ റെക്കഗ്നീഷൻ, പ്രോബ്ലം മനസ്സിലാക്കി, അജണ്ട സെറ്റ് ചെയ്തു, പോളിസി ഉണ്ടാക്കി, ഡിസിഷൻ മേക്കിംഗ് നടത്തി, എന്നിട്ട് നമ്മൾ പോളിസി എക്സിക്യൂട്ട് ചെയ്യുന്നു. എന്നിട്ടല്ലേ നമ്മൾ ഫീഡ്ബാക്ക് ഇവാലുവേഷൻ ഒക്കെ നടത്തുക. ഇംപ്ലിമെന്റ് ചെയ്ത പോളിസിയുടെ ഫീഡ്ബാക്ക് ഇവാലുവേഷനിൽ നമ്മൾ നടത്തുന്നത്. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ നിങ്ങൾ ആ ഓരോ സ്റ്റേജ് ശ്രദ്ധിക്കണം, ഇത് എപ്പോ വരാനാ ചാൻസ്. ഈ ഒരു പോളിസി ഫോർമുലേഷൻ കുറെ പേർക്കുള്ള ഒരു സംഭവമാണ്. ഈ പോളിസി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത്, അതായത് എന്തെങ്കിലും ലോ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ നമ്മളൊന്ന് സ്റ്റക്ക് ആവും. കുറെ പേരുടെ വീക്ക് പോയിന്റ് ആണ് ഈ ആക്ട്, പോളിസി, ലോസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അതല്ലെങ്കിൽ എന്തെങ്കിലും റിപ്പോർട്ട് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഒന്ന് സ്റ്റക്ക് ആവും. ഓ, അത് കുറച്ച് ടഫ് ആയിരിക്കും എന്നുള്ളൊരു സംഭവം മുന്നേ കൂട്ടി അങ്ങനെ കാണും. പക്ഷെ അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. ഇപ്പൊ ഇത് ചിന്തിച്ച് നോക്കിയാൽ ഭയങ്കര എളുപ്പമുള്ള ചോദ്യമല്ലേ. ഓക്കെ, അപ്പൊ ഇതിന്റെ ഓർഡർ എങ്ങനെയാ വരുന്നത്? സോ വി വിൽ സ്റ്റാർട്ട് വിത്ത് ഡി. ഡി വെച്ചിട്ട് തുടങ്ങിയ ഡി എ ബി ഇ സി, ഡി എ ബി ഇ സി, അങ്ങനെയല്ല ഇതിന്റെ ഓപ്ഷൻ വരുന്നത്. ഓക്കെ, ഉണ്ടോന്ന് നോക്കിയാൽ ഡി എ ബി സി, ഇതേ കിടക്കും നമ്മുടെ ആൻസർ. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ നിങ്ങൾ അത് അങ്ങനെ ചിന്തിക്കണം. എപ്പോഴും ഓപ്ഷൻസിലൂടെ പോയി നോക്കാൻ വേണ്ടി ശ്രമിക്കുക. ചോദ്യം കണ്ടപാടെ സ്കിപ്പ് അടിക്കരുത്, ഓപ്ഷൻസും കൂടെ വായിക്കുക. ഓക്കെ, ശരി. ഡി എ ബി ഇ സി. ഇനി ഭയങ്കര ഫാക്ച്വൽ ആണ്, ഒന്നും ചെയ്യാനില്ല. മാച്ച് ഓഫ് ഫോളോയിങ് ആണ്. ഇയർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഭയങ്കര ഫാക്ച്വൽ ആണ്, അറിയുമെങ്കിൽ മാത്രം കുത്തുക എന്നുള്ളൊരു സംഭവമാണ്. ഗസ് വർക്ക് ഒന്നും നമുക്ക് ചെയ്യാനുള്ള സംഭവം ഇല്ല ബേസിക്കലി. അതായത് നോക്കിക്കേ, ഭയങ്കര ഫാക്ച്വൽ ആട്ടോ. നമ്മളൊരു ഇപ്പൊ എല്ലാവരും ഇത് കാണാപ്പാടം പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. ഇവിടെ നമുക്ക് ചെയ്യാന്നുള്ളത് അറിയാവുന്നവർ വളരെ ഭയങ്കര കുറവ് ആൾക്കാരായിരിക്കും. ഓരോ ജേർണൽ വെച്ചിട്ട് ആ ജേർണൽ ഏത് വർഷമാണ് പബ്ലിഷ് ചെയ്തതെന്നൊക്കെ നോക്കൽ എളുപ്പമല്ല. എത്രങ്ങാനും നമുക്ക് ജേർണൽസ് ഉണ്ട്. സോ ഇതിന്റെ ഒരു ഇത് വരുന്നത് ഇന്റർനാഷണൽ സോഷ്യൽ വർക്ക് 1958 നാഷണൽ ജേർണൽ ഓഫ് സോഷ്യൽ വർക്ക് 2000 വരുന്നത്. ഇനി ജേർണൽ ഓഫ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് വി വിൽ ഗോ ടു 1962 ആൻഡ് പെർസ്പെക്ടീവ്സ് 1984. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഇത് വരുന്നത്. സോ 3412 അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ നോക്കിയാലോ. 3412 ഇതാണ് അതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? 3412 ഭയങ്കര ഫാക്ച്വൽ ആണ്. ഒന്നും പറയാനില്ല അതിൽ. ആക്ച്വലി നമ്മൾ ആ ഇയർ അങ്ങനെ തന്നെ ഓർത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് വരും. നമുക്കത്
തൊടുക എന്ന് പറയുന്നത് നമുക്കറിയാലോ, എല്ലാ ചോദ്യവും ഈസി ആയിട്ട് നമ്മുടെ ലോജിക്കിനുമായിട്ട് അവർ വിടില്ല. കുറച്ച് എന്തായാലും ടഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിൽ വൺ ഓഫ് ദി ക്വസ്റ്റ്യൻ ആണിത്. പിന്നെ നിങ്ങൾക്ക് എന്തായാലും ആൻസർ കുത്താം. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് അടിക്കേണ്ടതായിട്ടില്ല. നിങ്ങൾക്ക് ലോജിക്കലി തോന്നുന്ന ഒരു ആൻസർ എന്തായാലും നിങ്ങൾ കുത്താൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, എപ്പോഴും നിങ്ങൾ കുത്തി കഴിഞ്ഞാൽ 25 ചാൻസ് നിങ്ങൾക്ക് എന്തായാലും ഉണ്ട് ശരിയാവാൻ, അല്ലെ? 4 ഓപ്ഷനാണ്. സോ ദർ ഈസ് എ ചാൻസ് ഓഫ് 25% ദാറ്റ് യുവർ ആൻസർ വിൽ ബി കറക്റ്റ്. ഓക്കെ, ശരി. അടുത്ത നോക്കിയേ, ഈ ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് മെത്തേഡ് ആണ്. ഇത് ആക്ച്വലി ഒരു ചോദിച്ചിരിക്കുന്നതാണ്. ഈ ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് മെത്തേഡ് ഇൻ വിച്ച് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് മീറ്റ് ഫേസ് ടു ഫേസ്. ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിങ്ങിന്റെ ഒരു മെത്തേഡാണ്. അതിൽ എന്തുണ്ടാവുന്നുണ്ട്? ആളുകൾ ഫേസ് ടു ഫേസ് മീറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് പൂൾ ദെയർ ജഡ്ജ്മെന്റ്സ് ഇൻ എ സിസ്റ്റമാറ്റിക് ബട്ട് ഇൻഡിപെൻഡന്റ് ഫാഷൻ. സിസ്റ്റമാറ്റിക് ആയിട്ട് അവരുടെ ജഡ്ജ്മെന്റ്സ് പൂൾ ചെയ്യുന്നുണ്ട്, പക്ഷെ കുറച്ചും കൂടെ സ്വതന്ത്രമായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഫാഷനിലാണ് വരുന്നത്. അത് എന്താണ്, ഏത് ടെക്നിക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിന്റെ ആക്ച്വൽ ആൻസർ, ഇതിന്റെ ഉത്തരം ആക്ച്വലി നോമിനൽ ഗ്രൂപ്പ് ടെക്നിക് ആണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഈ ഒരു കൺസെപ്റ്റുകൾ ക്ലിയർ ആണെങ്കിൽ കൺഫ്യൂഷൻ ആവാനാ ചാൻസ് കൂടുതൽ. നിങ്ങൾക്ക് ഈ ഒരു കൺസെപ്റ്റ് ഒട്ടും അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഈസിലി കുത്താൻ വേണ്ടി പറ്റും. ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് ആണ്, അപ്പൊ ഇവിടെ നോമിനൽ ഗ്രൂപ്പ് ടെക്നിക് എന്നുള്ളൊരു സാധനം കാണുന്നുണ്ട്. അപ്പൊ ഒരു വേർഡ് മീനിങ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ കുത്താൻ വേണ്ടി പറ്റും. എന്നാൽ ഒരു ചെറിയ ഡൗട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇതിനെ കുറിച്ച് അറിയുമെങ്കിൽ കുറച്ച് കൺഫ്യൂഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഡെൽഫി ടെക്നിക്കിൽ എന്താ ചെയ്യുന്നുണ്ടാവുക? ഒരു അനോണിമസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അവിടെ നടക്കുന്നത്. എക്സ്പേർട്ടുകളുടെ അടുത്ത് നമ്മൾ ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് നമ്മൾ ഇതാക്കുന്നതാണ് ചെയ്യുന്നത്. എക്സ്പേർട്ടിന്റെ അടുത്താണ് നമ്മൾ അത് ചെയ്യുന്നത്. ഓക്കെ, ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ഫേസ് ടു ഫേസ് കൂടിങ് അല്ല അവിടെ വരുന്നത്. അവിടെ ഒരു എക്സ്പേർട്ട് പാനൽ ഉണ്ട്, അല്ലെങ്കിൽ എക്സ്പേർട്ടിന്റെ അടുത്ത് നിന്നാണ് നമ്മൾ അവസാനം അനോണിമസ്ലി ഇതാക്കുന്നത്, അല്ലെ? സോ ദാറ്റ് ഈസ് ഡെൽഫി ടെക്നിക്. റിസ്കി ഷിഫ്റ്റ് ടെക്നിക് എന്ന് പറഞ്ഞാൽ ഒരു പേര് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നില്ല. റിസ്കി ഷിഫ്റ്റ് ടെക്നിക്കിൽ നമ്മൾ കുറച്ചുകൂടി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ആ ഗ്രൂപ്പ് ഒന്നിച്ചൊരു ഒരു കാര്യം ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഡിസിഷൻസ്, അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൽ നിന്നുണ്ടായി വരുന്ന ഡിസിഷൻസ് കുറച്ചും കൂടെ എക്സ്ട്രീം ആവുന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടെ റിസ്കി ആയിട്ട് മാറുന്നു എന്നുള്ള സംഭവമാണ്. റിസ്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, റിസ്കി ഷിഫ്റ്റ് ടെക്നിക്, അതാണ് സംഭവിക്കുന്നത്. അത് ഈ ഗ്രൂപ്പ് പോളറൈസേഷന്റെ തന്നെ മറ്റൊരു വകഭേദമായിട്ടൊക്കെ നമുക്ക് പറയാം, അല്ലെ? ഒരു സിമിലർ സ്വഭാവമുള്ള ഗ്രൂപ്പിലുള്ള ആളുകൾ ഇരിക്കുന്നു, അവരെ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കുന്നു. ആ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും ഏറെക്കുറെ ആ ഒരു സംഭവത്തിനോട് ഒരേ അഭിപ്രായം. അപ്പൊ അവരിരുന്ന് ചിന്തിക്കുന്ന സമയത്ത് എന്താ, കുറച്ചും കൂടെ എക്സ്ട്രീം ആയിട്ടുള്ള ഒപ്പീനിയൻസ് അതിന് ഉണ്ടായി വരുന്നു. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഇപ്പൊ റിലീജിയനെ കുറിച്ചിട്ട് ഒരു സിമിലർ ആയിട്ടുള്ള ഒപ്പീനിയൻ ഉള്ള കുറച്ച് വ്യക്തികളാണെന്ന് വിചാരിക്കുക. അതായത് എല്ലാവരുടെയും ഒപ്പീനിയൻ ഒരേപോലെയാണ് ഒരു പെർട്ടിക്കുലർ റിലീജിയനെ കുറിച്ചിട്ട്. അപ്പൊ ഇവര് ഇരുന്നിട്ട് ആ ഒരു റിലീജിയനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് എന്താ ഉണ്ടാവുക? ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള ഡിസിഷൻസ് ആയി ഉണ്ടായി വരാം, അല്ലെങ്കിൽ എക്സ്ട്രീം ആയിട്ടുള്ള ഒപ്പീനിയൻസ് ആ ഗ്രൂപ്പിൽ നിന്ന് ഉണ്ടായി വരാനുള്ള ചാൻസ് കൂടുതലാണ്, അല്ലെ? സോ ദാറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഗ്രൂപ്പ് പോളറൈസേഷൻ. അപ്പൊ അതിന്റെ തന്നെ ഒരു ഇതാണ് കുറച്ചും കൂടി റിസ്കി ആയിട്ടുള്ള ഡിസിഷൻ ഉണ്ടായി വരുന്നത്, റിസ്കി ഷിഫ്റ്റ് ടെക്നിക് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളോട് ഇവിടെ അങ്ങനത്തെ ഒന്നും സിനാരിയോസ് അല്ല പറഞ്ഞിരിക്കുന്നത്. വി ആർ മേക്കിംഗ് എ ഡിസിഷൻ മേക്കിംഗ് മെത്തേഡ് ആണ്. ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് മീറ്റ് ഫേസ് ടു ഫേസ് ആൻഡ് പൂൾ ദെയർ ജഡ്ജ്മെന്റ്സ്. ദാറ്റ് ഈസ് നോമിനൽ ഗ്രൂപ്പ് ടെക്നിക്. നോമിനൽ ഗ്രൂപ്പ് ടെക്നിക്കിന്റെ ഭാഗമാണത്. ഡെൽഫി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി എക്സ്പേർട്ട് ആയിട്ടുള്ള, എക്സ്പേർട്ട് എന്നുള്ളൊരു സംഭവം കണ്ടു കഴിഞ്ഞാൽ, എക്സ്പേർട്സിന്റെ അടുത്ത് നിന്നുള്ള സംഭവം കണ്ടു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഡെൽഫി ടെക്നിക് ആണെന്നുള്ളത് അങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ശരി. നോമിനൽ ഗ്രൂപ്പ് ടെക്നിക്കാണ് അതിന്റെ ആൻസർ കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞു, അല്ലെ? സ്റ്റെപ്പ് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു ദർ ആർ ചാൻസസ്, ഇങ്ങനത്തെ അക്രോണിംസ് വരും, നിങ്ങൾ അത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. പേട്ട് എന്താ? പേട്ട് നിങ്ങൾക്ക് കുറച്ചും കൂടെ അറിയുന്നതാണ് കേട്ടോ. സോഷ്യൽ വർക്കിൽ ഭയങ്കര നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒക്കെ സിലബസിന്റെ ഒക്കെ ഭാഗമായിട്ടുള്ള ഒരു സംഭവമാണ്. സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പോളിസിയാണ്, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ആണെങ്കിലും വെക്കാം. പക്ഷെ പേട്ട് അങ്ങനെയല്ല, ദാറ്റ്സ് എ ടെക്നിക്. സോ നമ്മൾ എന്തായാലും പഠിച്ചിട്ടുള്ളതാണ്. സോ പേട്ട് എന്ന് പറയുന്നത് പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്കിനെ പറയുന്നത് കേട്ടോ. പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക് ഇസ് പേട്ട്. ഓക്കെ, ഇത് മനസ്സിലാക്കി. ഇത്തരം ആക്രോണിംസ് എന്തായാലും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇപ്പൊ പേട്ട് നമ്മൾ കണ്ടു, അതേപോലെ സ്റ്റെപ്പ് നമ്മൾ കണ്ടു, അതേപോലെ തന്നെ NGNREG ഒക്കെ ചില സമയത്ത് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ പിന്നെ അത് ചോദിക്കില്ല, ഭയങ്കര പോപ്പുലറൈസ്ഡ് ആയല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചോദിക്കൽ കുറവാണ്. NGNREGന്റെ ഫുൾ ഫോം എന്താണെന്ന് നമ്മൾ ചോദിക്കലുണ്ട്. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് എന്നൊക്കെ പറയുന്നത്. പിന്നെ അതേപോലെ സ്റ്റെപ്സ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. പിന്നെ അതേപോലെ ഇത് PRA, പബ്ലിക് റൂറൽ അപ്രൈസൽ ഒക്കെ നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ് മുന്നേ. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി ഇത്തരം സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള അക്രോണിംസ് ഉണ്ട്. അതെന്തായാലും നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ശരി. അപ്പൊ അതിന്റെ ആൻസർ അതാ വരുന്നത്. സോ അത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ട് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റിൽ ഇട്ടിട്ട് ചോദിക്കാൻ വേണ്ടി, ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.